നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ഒടുവിലത്തെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. നിയമസഭാ സമ്മേളനം രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു വേദിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിൽ വിവാദങ്ങളും അതുപോലെ തന്നെ വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുക സ്വാഭാവികമാണ്. ഈ സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ നാളെ ആരംഭിക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തെക്കുറിച്ചാണ് എങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആവേശം നൽകുന്ന ഒരു നിയമസഭാ സമ്മേളനമാണ്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം UDFന് ലഭിച്ചിരുന്നു. അത് ഗ്രാമപഞ്ചായത്തുകളിലാകട്ടെ, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലാകട്ടെ, മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമാകട്ടെ, ഇവിടെയെല്ലാം വളരെ മികച്ച ഒരു അപ്രമാദിത്വം UDFന് ലഭിച്ചിരുന്നു. അത് UDF വിലയിരുത്തുന്നത് ശക്തമായ വിരുദ്ധ വികാരമായിട്ടാണ്. പക്ഷേ അത് ഭരണപക്ഷം അനുവദിച്ചു കൊടുക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി ഭരണപക്ഷം വിലയിരുത്തിയിരിക്കുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഭരണവിരുദ്ധ വികാരമാണ്. പക്ഷെ അത് പിണറായി സർക്കാരിനെതിരായിട്ടുള്ളതല്ല, മറിച്ച് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ അത് സമ്മതിച്ചു കൊടുക്കാൻ ഭരണപക്ഷം തയ്യാറാകുന്നില്ല. ഭരണപക്ഷം ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക തീവ്രവാദം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അത് കേരളത്തിൽ മുമ്പ് ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. അതായത് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം വളരാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ ആയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇടതു വലത് മുന്നണികൾ അങ്ങനെയൊന്നുണ്ട് എന്ന് സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ഇടതുപക്ഷം ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. AK ബാലൻ്റെയും കഴിഞ്ഞ ദിവസത്തെ സജി ചെറിയാൻ്റെയും ഒക്കെ പ്രസ്താവനകൾ വിരൽ ചൂണ്ടുന്നത് അതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള UDFൻ്റെ കൂട്ടുകൂടൽ, ഇതിനെയെല്ലാം വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ ഭരണപക്ഷം ശ്രമിക്കും. അതോടൊപ്പം തന്നെ NSSൻ്റെയും അതുപോലെ SNDPയുടെയും ഒരു ഐക്യം, ഇതെല്ലാം തങ്ങൾക്ക് ഗുണകരമാകും എന്ന് വാദിക്കുകയാണ് LDF. എന്തായാലും നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കുകയായിരിക്കും. ശബ്ദായമാനമായ ഒരു സമ്മേളനം കാലമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവസാനത്തെ സമ്മേളനമായതുകൊണ്ട് തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാ ഊർജവും എടുത്ത് സമാഹരിച്ചുകൊണ്ട് പോരാടുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് നാളത്തെ നയപ്രഖ്യാപനമാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയായിരിക്കും നിയമസഭാ സമ്മേളനം ആരംഭിക്കുക. സർക്കാരും കേരളത്തിലെ ലോക് ഭവനും തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പോര് കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ രമ്യതയിലാണ്. പക്ഷേ ഇപ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് നാളെ നടത്തേണ്ട നയപ്രഖ്യാപന പ്രസംഗം ലോക് ഭവനിൽ സർക്കാർ എത്തിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം ഗവർണർ അതിൽ തിരുത്തലുകൾ ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതായത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ധാരാളം പരിപാടികൾ, രാഷ്ട്രീയ പരിപാടികൾ ഈ അടുത്ത കാലത്ത് ഇടതുമുന്നണി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിരാഹാര സമരം കണ്ടതാണ്. അതായത് പുരോഗമനവും പുരോഗതിയും വികസനവുമൊന്നും ചർച്ച ചെയ്യാനാകാത്ത സാഹചര്യത്തിൽ കൂടുതൽ രാഷ്ട്രീയം പറയാനും കേന്ദ്രവിരുദ്ധ നിലപാട് സ്വീകരിക്കാനുമാണ് ഇപ്പോൾ LDF തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വാർത്താ സമ്മേളനങ്ങളും പ്രസ്താവനകളും ഒക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയം നയപ്രഖ്യാപനത്തിലും കൊണ്ടുവരാൻ LDF ശ്രമിച്ചിട്ടുണ്ട്. കടുത്ത കേന്ദ്ര സർക്കാർ വിമർശനങ്ങൾ ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. പക്ഷേ ഗവർണർ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഈ പ്രസംഗത്തിൽ നിന്ന് മാറ്റണം, ഈ നയപ്രഖ്യാപന പ്രസംഗം തിരുത്തണം എന്നാണ് ഗവർണർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഗവർണറുമായിട്ട് ഉള്ള ഒരു ഏറ്റുമുട്ടലിന് സർക്കാർ ഇപ്പോൾ തയ്യാറാകുമോ എന്നറിയില്ല. പക്ഷേ ഈ നയപ്രഖ്യാപനത്തിൽ തിരുത്തൽ വരുത്താനും സർക്കാർ തയ്യാറാകുമോ എന്ന് സംശയമാണ്. സർക്കാർ അതിന് തയ്യാറായില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ വായിക്കാതെ വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവർണർ പോകാനും സാധ്യതയുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.